Hi guys, in this video we hear the answers for Rahul Gandhi's vote chori questions by Amin Bhai from Arabian Malayali Vlog. ഈ ഒരു ലൈവ് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് വോട്ട് ചോറിക്ക് വേണ്ടിയിട്ടാണ്. അവരുടെ വിചാരം എന്താന്ന് വെച്ചാല് തിരഞ്ഞെടുപ്പ് തട്ടിപ്പ് നടത്താനേ കഴിയില്ല എന്നാണ് വിചാരം. കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരെന്നെ വിളിച്ചിരുന്നു, എങ്ങനെയാണ് ടൈപ്പിംഗ് ചെയ്ത് എങ്ങനെയാണ് അക്ഷരം മാറ്റുക, എങ്ങനെയാണ് അക്കം മാറ്റുക, ഇതാണ് വിവരേ. അപ്പൊ ഇതുപോലത്തെ ആൾക്കാരുണ്ടെങ്കിൽ പിന്നെ അമിത്ഷാക്കും മോദിക്കും 50 കൊല്ലം 500 കൊല്ലം ഭരിക്കാം. രാഹുൽ ഗാന്ധി ഈ വോട്ട് ചോറി സ്പെഷ്യൽ രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങളുടെ ഒരു പോസ്റ്റ്മോർട്ടം. അപ്പൊ ഉത്തരം എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. Absolutely nothing wrong. I am talking about the subject. In order to capture the vote, you have to capture institutions. I am saying that institutions of India are captured, and I will come to the point which is election commission is captured. Up to the point ആണ് മൂപ്പര് പറയുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കീഴടക്കണമെന്നുണ്ടെങ്കിൽ മറ്റുള്ള എല്ലാ സർക്കാർ കേന്ദ്രങ്ങളുണ്ടല്ലോ അത് എല്ലതും കീഴടക്കണം. അങ്ങനെ എല്ലതും RSS BJP-ക്കാർ ചേർന്ന് കീഴടക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിലെ അവസാനത്തേതായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും കീഴടക്കിയിരിക്കുകയാണ്. So the project of the RSS, and I said how the education system has been captured. Vice Chancellor after Vice Chancellor after Vice Chancellor belongs to a particular organization. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ JNU പോലത്തെ വലിയ വലിയ യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ, അതിൽ മുഴുവനും BJP RSSകാരുടെ വൈസ് ചാൻസലർമാരാണ്. പക്ഷെ അതെന്തിനാന്ന് വെച്ചാല് ഈ ജെൻസി പറഞ്ഞിട്ടുള്ള പുതിയ തലമുറ എങ്ങാനും ഈ ഗുജറാത്തി തീവ്രവാദികൾക്കെതിരെ എന്തെങ്കിലും ചെയ്യാൻ പോകുന്നുണ്ടോ എന്ന് അറിയാനും അങ്ങനെ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അതിനെ തടസ്സം നിൽക്കാനും വേണ്ടിയിട്ടാണ് എല്ലാ സ്ഥലത്തും തടസ്സങ്ങൾ സൃഷ്ടിക്കുകയാണ്. ആരെയും പ്രതിഷേധിച്ച അയാളെ പിടിച്ച് ജയിലിലേക്ക് എറിയുക. അപ്പൊ എല്ലാവർക്കും പേടിയാണ്. ഇപ്പോ സോണും വാങ്ചുക്ക് അവിടെ പ്രതിഷേധിച്ചല്ല, ഉപ്പരെ തന്നെ എടുത്ത് ഒരൊറ്റ എറാണ് ജയിലിലേക്ക്. പിന്നെ ഉള്ളത് ജെൻസിയാണ്, ഒന്നിച്ചിറങ്ങാൻ സാധ്യതയുണ്ട്. അതിനാണ് അവരെ തടസ്സം സൃഷ്ടിക്കാനാണ് ഈ പറയുന്നത്. പക്ഷെ രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് ഈ വൈസ് ചാൻസലർമാരൊക്കെ കൊണ്ടുവരുന്നത് പറഞ്ഞിട്ടില്ല. അതിന്റെ ഉത്തരമാണ് ഞാൻ പറയുന്നത്. ജെൻസികളെ ഒതുക്കാൻ വേണ്ടിയിട്ട് എല്ലാ സംസ്ഥാനങ്ങളിലെയും കലാലയങ്ങൾ BJP-ക്കാർ കീഴടക്കുക, അതാണ് തന്ത്രം. Thanks for watching and please don't forget to subscribe.